ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, ഞാൻ ഓൾറെഡി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നമ്മുടെ ചാനലിൽ. ഹൈ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്കൊരു Q&A സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. കുറച്ചായിട്ട് സിക്കായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഡൗട്ട്സിന് റിപ്ലൈ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്, ഹായ് മാം, BA SLP റാങ്ക് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറയോ ബേസ്ഡ് ഓൺ ദ ലേറ്റസ്റ്റ് പ്രോസ്പെക്ടസ്. എടാ, നമുക്ക് റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ വർഷത്തത് വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റ് എങ്ങനെ വരും എന്നത് പ്രോസ്പെക്ടസ് നോക്കി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല കേട്ടോ. 2025 വെച്ചേ നമുക്ക് പറയാൻ പറ്റൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് LBS റാങ്ക് ലിസ്റ്റ് 2025 അടിച്ചിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തിൽ കയറിയിട്ട് BA SLP കോഴ്സിന് എത്ര വരെയുള്ള റാങ്കിന് ഏതൊക്കെ കാറ്റഗറിക്ക് ഏതൊക്കെ മാർക്ക് അനുസരിച്ച് കിട്ടിയിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് നമ്മൾ ചില വീഡിയോസിൽ പറഞ്ഞിട്ടുമുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, LBS PNC MAK AMCS FNCK ഇതിൻ്റെ മൂന്നിൻ്റെയും BSc നഴ്സിംഗ് ഫീ സ്ട്രക്ചർ പറയാമോ എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി LBSൻ്റെ രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോഴും PNC MAKയുടെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും AMCS FNCKയുടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പലതിലും വീഡിയോസിൽ ഫീ സ്ട്രക്ചർ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നെടുത്ത് കണ്ടു നോക്കുക. അല്ലാത്ത പക്ഷം സെപ്പറേറ്റ് ആയിട്ടൊരു ഫീ സ്ട്രക്ചർ വീഡിയോ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 264.5 പാരാമെഡിക്കൽ കിട്ടുമോ മാം? എടാ, കാറ്റഗറി അറിയാതെയോ നിങ്ങളുടെ ഏത് കോഴ്സാണ് വേണ്ടതെന്ന് അറിയാതെയോ നമുക്കിത് പറയാൻ വേണ്ടി സാധിക്കില്ല കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഈഴവ കാറ്റഗറി 269 ഇൻഡെക്സ് മാർക്ക് PNC MAK AMCS FNCK CPAS LBS ഏതെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? ഏതിലെങ്കിലും എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. PNC MAKയുടെ 460 എത്രയാണ് മാർക്ക് വരുന്നതെന്ന് ഒന്നുകൂടി പറയുക. നമുക്കിപ്പോൾ 2024 416 വരെയുള്ള മാർക്കിനാണ് PNC MAKയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. പക്ഷേ എന്നാൽ 2025 411 മാർക്കുള്ള കുട്ടികൾക്ക് വരെ ലഭിച്ചിട്ടുണ്ട്. സീറ്റ് ഫില്ലാകുന്നത് വരെ കുട്ടികളെ എടുക്കുന്നതായിരിക്കും. അതനുസരിച്ച് മാർക്ക് കുറവുള്ള കുട്ടികൾക്കും ലഭിക്കുന്നതാണ്. പക്ഷേ നമുക്ക് അതിലും താഴെയുള്ള മാർക്കുള്ള കുട്ടികൾക്ക് ഈ വർഷം കിട്ടുമോ എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അത് ഈ വർഷം എത്രത്തോളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ബേസിസിലായിരിക്കും. റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചി ഞങ്ങൾക്ക് ഇന്നാണ് +2 സർട്ടിഫിക്കറ്റ് കിട്ടിയത്, അതെങ്ങനെ അപ്ലോഡ് ചെയ്യുക? കറക്ഷൻ ടൈമിലാണോ അതോ വേറെ ടൈം ഉണ്ടോ? നിങ്ങൾക്കിപ്പോൾ കറക്ഷൻ ടൈമിൽ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് നോക്കാം. എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ മാർക്ക് ഓൾറെഡി നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെ ആയിരിക്കും LBS നോക്കുന്നത്. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമുണ്ടാവില്ല. ഇനി എഡിറ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. റീവാലുവേഷൻ്റെ മാർക്ക് ചേഞ്ച് +2 സർട്ടിഫിക്കറ്റിൽ ചേഞ്ച് ആവുന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് കറക്ഷൻ ടൈമിൽ ചെയ്യേണ്ടത്? അത് ടൈം എടുക്കും കേട്ടോ. നിങ്ങൾക്ക് അത് സ്കൂളായിട്ട് ബന്ധപ്പെട്ടൊന്ന് സംസാരിക്കാൻ നേരത്തെ കൂട്ടി അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാക്സിമം ഈ ഒരു കറക്ഷൻ ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ പലരും ഇമ്പ്രൂവ്മെൻറ്റ് മാർക്കിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. കുറേ കുട്ടികൾ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്നും പറയുന്നു, കുറേ കുട്ടികൾ വന്നിട്ടില്ലെന്നും പറയുന്നു. എനിക്കറിയില്ല എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. വന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഈ കറക്ഷൻ്റെ ടൈം വരുന്നതിന് മുന്നേ എങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് വന്നാൽ നമുക്ക് എഡിറ്റ് ചെയ്ത് ചേർക്കാം. അതിന് ശേഷമാണെങ്കിൽ എഡിറ്റ് ചെയ്ത് ചേർക്കാൻ വേണ്ടി സാധിക്കില്ല കേട്ടോ. ചേച്ചി, ഞാൻ LBS PNC MAK AMCS FNCK ഇതിന് മൂന്നിനും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിൽ ഒരെണ്ണത്തിനെങ്കിലും കിട്ടിയാൽ മേലെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങൾക്ക് LBSൽ കിട്ടിയാൽ നിങ്ങൾക്ക് PNC MAK ആൻഡ് AMCS FNCKയിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കണ്ട. ഇനിയിപ്പോൾ PNC MAK കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് മതിയെങ്കിൽ LBS AMCS FNCKയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് കിട്ടിയാൽ നിങ്ങൾ അത് അഡ്മിഷൻ എടുക്കണ്ട. മനസ്സിലായോ? അങ്ങനെ ചെയ്താൽ മതി. I have 402 ഇൻഡെക്സ് മാർക്ക് AMCS FNCK കിട്ടുമോ? ക്രിസ്ത്യനാണ്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യൂ. റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യൂ കേട്ടോ. മാം, എൻ്റെ നേറ്റിവിറ്റി തമിഴ്നാടാണ്. അപ്പോൾ എനിക്ക് കേരളത്തിൽ SC റിസർവേഷൻ കിട്ടുമോ? LBS അപ്ലൈ ചെയ്തപ്പോൾ SC ആണ് കാറ്റഗറി കൊടുത്തത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കേരളത്തിലുള്ള കുട്ടികൾക്ക് പ്രയോറിറ്റൈസ് ചെയ്തിട്ടായിരിക്കും മേ ബി തമിഴ്നാട്ടിലുള്ള കുട്ടികൾക്ക് പ്രയോറിറ്റൈസേഷൻ വരുന്നത്. എന്തായാലും അതൊന്ന് അക്ഷയയിലും അന്വേഷിച്ച് നോക്കൂ, LBSലും അന്വേഷിച്ച് നോക്കൂ കേട്ടോ. CPAS കൗൺസിലിങ്ങിന് പോകുമ്പോഴാണോ പറയേണ്ടത് LBSൽ മറ്റൊരു കോളേജ് ചിലപ്പോൾ കിട്ടും, സോ മാറാൻ ചാൻസ് ഉണ്ടെന്ന് അവരോട്? അതെ, നിങ്ങൾ CPAS കൗൺസിലിങ്ങിന് പോകുന്ന സമയത്ത് തന്നെ ആയിരിക്കും അവിടെ നിന്ന് അഡ്മിഷൻ കിട്ടിയ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതും പിന്നെ അവർ പറയുന്ന സമയത്ത് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതും. ആ സമയത്താണ് നിങ്ങൾക്ക് പിന്നെ LBS കിട്ടണത് എന്നുണ്ടെങ്കിൽ CPASൻ്റെ കോളേജിൽ നിന്നുള്ള പെർമിഷൻ വേണം. അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഫീസും ഒക്കെ കൊടുത്തിട്ടായിരിക്കും അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നമുക്ക് LBSലെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആ കോളേജിലെ പ്രിൻസിപ്പളായിട്ട് സംസാരിക്കണം, ഇതുപോലെ LBS കിട്ടുവാണെങ്കിൽ എനിക്ക് മാറണം, അങ്ങനെയാണെങ്കിൽ ക്രൈറ്റീരിയാസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം CPASലെ
കോളേജിൽ അഡ്മിഷൻ എടുക്കുക. ഞാൻ LBS അപ്ലൈ ചെയ്തു, കാസ്റ്റ് കൊടുത്തില്ല, കാസ്റ്റ് ആൻഡ് റിസർവേഷൻ ബ്ലാങ്ക. ഇനി കറക്റ്റ് ചെയ്യാൻ പറ്റും. കറക്ഷൻ ടൈമിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്ക് ഇൻഡെക്സ് മാർക്ക് 226. GNMന് LBS വഴി കിട്ടുമോ? GNM ഇൻഡെക്സ് മാർക്ക് കൊടുക്കണോ? ജില്ലാ ഹോസ്പിറ്റലിൽ കിട്ടാൻ സാധ്യതയുണ്ടോ? എടാ, GNM കോഴ്സ് പഠിപ്പിക്കുന്ന ഗവൺമെൻറ് കോളേജസിലേക്ക് മാത്രമായിരിക്കും LBS വഴി കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത്. സെൽഫ് ഫിനാൻസിങ് വഴിയൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ വർഷത്തേന്. പിന്നെ ഈ മാർക്ക് എന്ന് പറയുന്നത് കുറഞ്ഞ മാർക്കാണ്. പിന്നെ കാറ്റഗറി ബേസ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്നത്. ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കില്ല കേട്ടോ. മാം, ഒരു ഡൗട്ട്, ഇപ്പോൾ CPAS നേരത്തെ വരൂലേ അലോട്ട്മെൻറ്റ്? അപ്പോൾ എനിക്ക് AMCS FNCക്ക് കോളേജ് കിട്ടി, CPAS ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അവിടെ കൊടുക്കണ്ടേ? ഡോക്യുമെൻറ്റ്സ് തിരികെ തരുമോ? AMCS FNCക്ക് അഡ്മിഷൻ എടുക്കുക. ആ ടൈമിൽ അവരോട് പറഞ്ഞാൽ തരുമോ? ആ ടൈമിൽ അവരോട് പറഞ്ഞാൽ തരില്ല. നിങ്ങൾ അതിന് മുന്നേ, അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ പ്രിൻസിപ്പളായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിരിക്കണം. ഓക്കെ, ഞാൻ ഇത് തന്നെയാണ് മറ്റൊരാൾക്കും ഓൾറെഡി കൊടുത്ത മറുപടി. അതൊന്ന് കേട്ട് നോക്കാം കേട്ടോ. എനിക്ക് 223.3 ഉള്ളൂ ഇൻഡെക്സ് മാർക്ക്. അപ്പോൾ നഴ്സിംഗ് കിട്ടുമോ? ഇനി പാരാമെഡിക്കൽ കിട്ടുമോ? ഞാൻ OEC ആണ്. ഫിഷർമാൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. മേ ബി റിസർവേഷൻ അനുസരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. നഴ്സിംഗ് കിട്ടുമോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. PNC MAക്ക് ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് എത്ര ആയിരുന്നു? 411 ആയിരുന്നു കേട്ടോ. 411 മാർക്കുള്ള കുട്ടികൾക്ക് വരെ ലഭിച്ചിട്ടുണ്ട്. PCB മാർക്കിൽ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഗ്രേസ് മാർക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ആഡ് ആയിട്ടാണ് വരുന്നത്, ഓരോ സബ്ജക്റ്റിൻ്റെ കൂടെയും. എനിക്ക് അങ്ങനെ ഒരു കുട്ടി സർട്ടിഫിക്കറ്റ് അയച്ച് തന്നിരുന്നു. അവരുടെ ഗ്രേസ് മാർക്ക് അതിൽ കൂടി ആഡ് ആയിട്ടാണ് വന്നത്. അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നിങ്ങൾ PCB ഇൻഡെക്സ് മാർക്ക് എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കാം കേട്ടോ. DPharm അഡ്മിഷൻ LBS ത്രൂ ആണ്. DPharm അഡ്മിഷൻ LBS ത്രൂ ആണ്. എപ്പോഴാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്? അതിൻ്റെ സമയമായിട്ടില്ല, അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പ്ലീസ് ടെൽ മീ ഐ ഹാവ് 286.67 ഇൻഡെക്സ് സ്കോർ. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ചേച്ചി, എനിക്ക് CPAS ഇമെയിൽ ഇങ്ങനെയാണ് വന്നത്. ഡിയർ രേവതി BR, please verify your academic and reservation details. Ensure all information is accurate to avoid issues with rank list preparation. അതിനർത്ഥം കറക്ഷൻ ഉണ്ടെന്നല്ലേ? അതോ ജസ്റ്റ് നോക്കി വെരിഫൈ ചെയ്താൽ മതി? ജസ്റ്റ് നോക്കി വെരിഫൈ ചെയ്താൽ മതി. കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്ഷൻ ഉണ്ട്, തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ വരും. അപ്പോഴാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫേം ബട്ടൺ ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കുക, ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ചേച്ചി, ഞാൻ LBS PNC MAക്ക് AMCS FNCക്ക് മൂന്നിലും രജിസ്റ്റർ ചെയ്തു. എനിക്ക് AMCS FNCക്ക് കിട്ടിക്കഴിഞ്ഞ് LBSൽ കിട്ടിയാൽ അവിടോട്ട് പോകാൻ പറ്റുമോ? അതാണ് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പിന്നെയും അത് തന്നെയാണ് ഡൗട്ട് വന്നിരിക്കുന്നത്. കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാൻ. അതുവരേക്കും ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.